വർഷങ്ങൾക്കുശേഷം നടക്കാനിരിക്കുന്ന കരിപ്പൂർ വിമാനത്താവള വികസനത്തിന്റെ പേരിൽ പരിസരവാസികൾക്ക് കെട്ടിട നിർമ്മാണത്തിന് NOC നൽകാതിരിക്കുന്ന പ്രവണത ശരിയല്ലെന്ന് ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. പരിസരവാസികൾ നേരിടുന്ന ഓരോ വിഷയങ്ങളും കൃത്യമായി കളക്ടറെയും എയർപോർട്ട് അതോറിറ്റിയെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും MP പറഞ്ഞു. വിമാനത്താവള പരിസരവാസികളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ET മുഹമ്മദ് ബഷീർ MP. വേറെ ആ സ്ഥലങ്ങളിൽ പോയിട്ട് വേറെ വീട് എടുക്കാനുള്ള അനുമതി കിട്ടാത്തതിൻ്റെ ഫലമായി നൂറുകണക്കിന് ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ആ പ്രയാസമായിരുന്നു ഇന്ന് ചർച്ച ചെയ്ത ഒരു പ്രധാന കാര്യം. അപ്പോൾ അതിൽ NOC കൊടുക്കാത്തതിൻ്റെ കാരണം പോലും ഇതുവരെ അതോറിറ്റി പറഞ്ഞിട്ടില്ല. അല്ല, അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള നിലപാട്. എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്നും പറയുന്നില്ല. ഞങ്ങളിതിനെപ്പറ്റി വളരെ വിശദമായിട്ട് സംസാരിച്ചു. ഇവർ പറഞ്ഞ് ശരിയായിരുന്നു എന്ന് ബോധ്യമായി. കാര്യം പലർക്കും NOC കിട്ടാത്തതിൻ്റെ ഫലമായി വീട് വെക്കാൻ നിവൃത്തിയില്ല. ഒന്ന്. രണ്ടാമത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഭവന നിർമ്മാണ പദ്ധതികൾ പോലും അതിൻ്റെ ഉള്ളിൽ നിന്നല്ല ഈ ഏരിയയിൽ തന്നെ നടത്താൻ കഴിയാത്തൊരവസ്ഥ. അപ്പോൾ അത് ഉടനെ ക്ലിയർ ചെയ്യണമെന്നായിരുന്നു നമ്മൾ ആവശ്യപ്പെട്ടത്. MLA ഉണ്ടായിരുന്നു, നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ, എല്ലാവരും പരിസര പ്രദേശങ്ങളിലെ പഞ്ചായത്ത് കൃഷിമാരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് അടിയന്തരമായി നടപടിയെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. TV ഇബ്രാഹിം MLA, നഗരസഭാധ്യക്ഷ നിത ഷഹീർ എന്നിവർ കെട്ടിട നിർമ്മാണത്തിന് NOC നൽകാതെ പരിസരവാസികളെ പ്രയാസപ്പെടുത്തരുതെന്ന് യോഗത്തിൽ അറിയിച്ചു. സർക്കാരിന്റെ ഭവന പദ്ധതി പോലും ആ ഭാഗത്ത് നടപ്പാക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ആവശ്യങ്ങൾ കളക്ടറുടെ നേതൃത്വത്തിൽ സർക്കാരിനെ അറിയിക്കും. CSR ഫണ്ടിന്റെ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയതായി നഗരസഭാധ്യക്ഷ നിത ഷഹീർ പറഞ്ഞു. സ്വാഭാവികമായിട്ടും അതില്ലാതാവും. പക്ഷേ അത് ലാസ്റ്റേ ചെയ്യാവുള്ളൂ. അതിനിടയിൽ അത് ഉപയോഗിക്കാൻ സൗകര്യങ്ങൾ വേണം. മാത്രമല്ല, ഇതിൻ്റെ ഫലമായിട്ട് അപ്പുറത്തും ഈ റോഡിൻ്റെ അപ്പുറത്ത് തന്നെയും ഇടിച്ചിലും മറ്റ് സംഗതികളുണ്ട്. അതെല്ലാം എയർപോർട്ടിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. അത് പരിഹരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്നും എന്ന് പറയുകയുണ്ടായി. അവിടെ ഇതെല്ലാം തന്നെ നിരന്തരമായി മുനിസിപ്പാലിറ്റിയും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ MLAയും ഒരുപാട് കാലമായിട്ട് പറഞ്ഞിരുന്നു. മാത്രമല്ല, ഗവൺമെൻറ് തന്നെയും കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞൊരു സംഗതിയുണ്ട്. ഈ റസയ്ക്ക് വേണ്ടി ആളുകൾ ഭൂമി വിട്ടുകൊടുക്കുന്ന സാഹചര്യത്തിൽ അവരുടെ എല്ലാവിധ ഗ്രീവൻസും പരിഹരിക്കും, അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് അതിന് അനുകൂലമായിട്ടൊരു റിപ്പോർട്ട് ഇവിടുന്ന് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങളും അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യും. അല്ല, അത് വളരെ സ്പീഡ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇന്നത്തെ തീരുമാനത്തിൻ്റെ ന്യൂസ് പെട്ടെന്ന് തന്നെ ഗവൺമെൻറ്റിലേക്ക് അയക്കുകയും എയർപോർട്ട് സിവിലേഷൻ മിനിസ്ട്രിക്ക് അയക്കുകയും ചെയ്യുന്ന കാര്യം സ്പീഡപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 2-3 കാര്യങ്ങൾ കൂടിയുണ്ട്. അത് കളക്ടർ VR വിനോദ്, എയർപോർട്ട് ഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന CV രവീന്ദ്രൻ, NOC വിഭാഗത്തിലെയും സിവിൽ വിഭാഗത്തിലെയും ഉദ്യോഗസ്ഥർ, നഗരസഭാ വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ, സ്ഥിരസമിതി അധ്യക്ഷരായ C മിനിമോൾ, KP ഫിറോസ്, A മുയുദ്ദീൻ അലി, റംല കൊടവണ്ടി, കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വിമാനത്താവളത്തിൽ വികസനം പുരോഗമിക്കുമ്പോൾ ക്രോസ് റോഡ് ഇല്ലാതാകും. അതിനു പകരം പ്രഖ്യാപിച്ച പുതിയ റോഡ് ഉടൻ യാഥാർത്ഥ്യമാക്കുക, വിമാനത്താവളത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ്. ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ. പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം. ചാസിയ സിൽക്സ്, വളാഞ്ചേരി.